അഷ്കർ അലി, അൻവർ തൃണമൂലിനൊപ്പമാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അൻവർ MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് തൃണമൂലിനൊപ്പം നിൽക്കാനൊരുങ്ങുന്നു. അതിന് പ്രത്യുപകാരമായി PV അൻവറിന് 4 മാസത്തിനകം ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റടക്കം നൽകാൻ മമതാ ബാനർജി തയ്യാറാണ്. അതായത് അൻവറിനെ ചേർത്ത് നിർത്തുന്നു മമതാ ബാനർജി എന്ന ദീദി എന്നതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇപ്പോൾ പുറത്തുവരുന്നത്. സുജയ, ഈ ഘട്ടത്തിൽ PV അൻവറിനൊരു അഭയകേന്ദ്രം ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ആദ്യഘട്ടത്തിൽ DMK-യുമായും അതുപോലെ തന്നെ നിലവിൽ കേരളത്തിൽ UDF-ലേക്ക് ചേക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ PV അൻവർ നടത്തിയിരുന്നു. അതിനിടയിലാണ് തികച്ചും അപ്രതീക്ഷിതമായി കൊൽക്കത്തയിലെത്തി PV അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ പാർട്ടി അംഗത്വം സ്വീകരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അംഗത്വം സ്വീകരിക്കാതെ കേരള കോർഡിനേറ്റർ ചുമതല മാത്രമാണ് PV അൻവർ ഏറ്റെടുത്തിരുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ പാർട്ടി അംഗത്വം സ്വീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും PV അൻവറിന്റെ MLA സ്ഥാനത്തിന് അയോഗ്യത കൽപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പാർട്ടി അംഗത്വം സ്വീകരിക്കാതെ കോർഡിനേറ്റർ പദവി ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലേക്ക് മടങ്ങാൻ PV അൻവർ തീരുമാനിച്ചത്. പക്ഷേ പിന്നീട് മമതാ ബാനർജിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ PV അൻവർ നിലമ്പൂരിൽ നിന്നുള്ള MLA ആയിട്ടുള്ള PV അൻവർ MLA സ്ഥാനം തന്നെ രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായി 2 കാര്യങ്ങളാണ് ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത് സുജയ് സൂചിപ്പിച്ചതുപോലെ തന്നെ വഴി ആധാരമാകില്ല എന്നുള്ള, MLA സ്ഥാനം രാജിവെച്ചാലും വഴി ആധാരമാകില്ല എന്നുള്ള മമതാ ബാനർജി PV അൻവർ നൽകിയിട്ടുള്ള ഉറപ്പ് എന്ന് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. അങ്ങനെ ഒരു ഘട്ടം വരികയാണെങ്കിൽ ആവശ്യമെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഒഴിവ് വരുന്ന 4 മാസത്തിനകം ഒഴിവ് വരാൻ പോകുന്ന രാജ്യസഭാ സീറ്റിലേക്കടക്കം PV അൻവറിനെ പരിഗണിച്ചേക്കാം എന്നുള്ള ഉറപ്പ്, അത്തരത്തിലൊരു സംരക്ഷണ കവചം PV അൻവർ ലഭിച്ചത് കൊണ്ടുകൂടി PV അൻവർ രാജിക്കൊരുങ്ങുന്നു. അതായിരുന്നു ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തേത് എന്ന് പറയുന്നത് പാർട്ടി അംഗത്വം സ്വീകരിക്കാതെ പാർട്ടി കോർഡിനേറ്ററായി മാത്രം പ്രവർത്തിക്കുന്നു, എന്നാൽ സ്വതന്ത്ര MLA നിലനിൽക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൽ അത്ര ഗുണം ചെയ്യില്ല എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി പാർട്ടി യോഗത്തിൽ ഉയർന്നു. അങ്ങനെയെങ്കിൽ സ്വതന്ത്രനായി നിൽക്കുന്നതിനേക്കാൾ നല്ലത് MLA സ്ഥാനം രാജിവെച്ച് പാർട്ടി അംഗമായി നിന്ന് പാർട്ടിയെ കെട്ടിപ്പടുക്കലാണ് എന്നുള്ള ഒരു നിർദ്ദേശമാണ് മമത നൽകിയത്. അത്തരമൊരു സമാന നിർദ്ദേശം ദേശീയ സെക്രട്ടറി കൂടിയായിട്ടുള്ള അഭിഷേക് ബാനർജി നൽകി. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ കൂടിയാണ് MLA സ്ഥാനം രാജിവെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് PV അൻവറും അൻവറിൻ്റെ ഒപ്പമുള്ള ആളുകളും എത്തുന്നത്. തുടർന്ന് നാളെ രാവിലെ 9:30 തിരുവനന്തപുരത്ത് വെച്ച് ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുന്നു. ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്ത് പറയാനുണ്ട്, ഇല്ലെങ്കിൽ വെളിപ്പെടുത്താനുണ്ട് എന്നായിരുന്നു PV അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് PV അൻവർ നിയമസഭാ സീറ്റ് തന്നെ രാജിവെക്കാൻ പോകുന്നു, MLA സീറ്റ് തന്നെ രാജിവെക്കാൻ പോകുന്നു എന്നുള്ള പ്രഖ്യാപനത്തിലേക്ക് നീങ്ങുന്ന കാര്യം അത്തരം രാഷ്ട്രീയ നീക്കം തിരിച്ചറിയുന്നത്. സ്വാഭാവികമായും നിലമ്പൂരിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 2026